ആയിട്ട് UK സെറ്റിൽഡ് ആണ്. നഴ്സിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ. അപ്പൊ ഇന്ന് ഞങ്ങൾ ലൈവിൽ വന്നിരിക്കുന്നത് കുറച്ച് ബിസിനസ്സിന്റെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഡിജിറ്റൽ ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ബിസിനസ് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസസ് ഞങ്ങൾ എല്ലാവരും ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ജിൻസി ആദ്യം ജിൻസിയോട് തന്നെ ചോദിക്കുക. ജിൻസി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ, അത് കഴിഞ്ഞ് ഒന്ന് പറയാമോ ഈ ഒരു ബിസിനസ് നമുക്ക് ശരിക്കും ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത് ഒന്ന് പറയാമോ? എൻ്റെ പേര് ജിൻസി. ഞാൻ UAE-യിലാണ്. ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നു. ബിസിനസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കിത് വളരെ പ്രയോജനകരമെന്ന് തന്നെ ഞാൻ പറയാം. ഞാൻ ഒരു ടീച്ചിങ് മേഖലയാണ്. കാരണം എനിക്ക് ടീച്ചിങ്ങും ആയിരുന്നു എൻ്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഞാനിങ്ങനെ കുറെ നാള് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം കുഞ്ഞുങ്ങളായി ഒരു ജോബിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഇരുന്ന സമയങ്ങളിൽ ഞാൻ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെങ്കില് കുറച്ചുനാൾ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഇതാണ് ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഞാൻ ഓൺലൈനിലൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നേ. നോക്കിയപ്പോ എനിക്ക് തോന്നി ഒരു ബിസിനസ് ചെയ്താലോ എന്ന് ചിന്ത വന്നു. അങ്ങനെ ഞാനാണ് ഈ ബിസിനസ്സിലേക്ക് ചേർന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും വളരെ പ്രയോജനകരമായെന്ന് തന്നെ പറയാം ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വന്തമായിട്ടൊരു വരുമാനം. അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ, സ്വന്തമായിട്ടൊരു വരുമാനം നേടിയെടുക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ ഫാമിലി, അതൊരു കെയർ വേണമല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരെ നോക്കുക എന്നൊക്കെ, ഇതൊക്കെ നമുക്കൊരു ജോലിക്ക് പോയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്റെ കുഞ്ഞുങ്ങള് ചെറുതാണ്. പിന്നെ അതുപോലെ തന്നെ അവരെ സ്കൂളിൽ വിടണം, പിന്നെ തിരിച്ച് കൊണ്ടുവരും, ഒക്കെ എല്ലാം ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു ജോബ് ടീച്ചിങ് മേഖലയിലോട്ട് പോകാൻ പറ്റത്തില്ല. അതെന്നെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ലൈഫിനെ ഇപ്പം ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഓരോ ദിവസം നമ്മുടെ ചെലവുകളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നമ്മൾ രണ്ടുപേരും കൂടെ ജോലിക്ക് പോയെങ്കിലേ നമുക്ക് നമ്മുടെ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യമുള്ള ലേഡീസ് ഉണ്ടാവും. ചിലപ്പോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് ജീവിതം ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് ഞാൻ ഇതിൽ കടന്നു വന്നേ. അങ്ങനെ ഇരിക്കുകയാണ്. ഈ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നമുക്ക് പറയാനും എടുക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിലൊരു ഫ്രീഡമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ജോബിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടാകത്തില്ല. ടൈമിങ്, നമുക്ക് ടൈമിങ് വേണമല്ലോ, എല്ലാത്തിനും ഒരു ടൈമിങ് വേണം. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിന് നമുക്ക് ടൈമിംഗ് ഇല്ല. നമ്മുടെ സമയത്ത് നമുക്കൊരു മൊബൈൽ ഫോണും നമുക്കൊരു ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ എവിടെയും ഏത് സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും നമുക്ക് പറ്റും. മറ്റുള്ളവരെ കൂടെ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയൊക്കെ ആയിട്ട് ഈ ബിസിനസ്സിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. താങ്ക് യു ജിൻസി. അപ്പൊ ജിൻസിയുടെ അഭിപ്രായം ജിൻസി ഷെയർ ചെയ്തു. ജിൻസി ദുബായിലാണ്, ടീച്ചർ ആയിരുന്നു. ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ബിസിനസ്, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ബിസിനസ്സാണ്. ഇപ്പൊ എന്റെ അനുഭവം തന്നെ, എനിക്ക് ഇവിടെ 4 മക്കളുണ്ട്. അപ്പൊ മക്കളെ നോക്കാനോ ഫാമിലിയിലോ സമയം കിട്ടാതെ നമ്മളൊരു നഴ്സിംഗ് ജോബുമായിട്ട് നടന്ന ഫാമിലിയിൽ എപ്പോഴും നമ്മളൊരു സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും പോകുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, മക്കളെ നോക്കാൻ സമയമുണ്ട്, എനിക്ക് എന്റെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്. അപ്പൊ ജിൻസിയുടെ അഭിപ്രായം, ഈ ബിസിനസ് എങ്ങനെയുണ്ടെന്നുള്ളത് മറ്റുള്ളവരെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ ബിസിനസ് ഇത്രയും നല്ലൊരു അവസരത്തെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലിൻസി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എന്നിട്ട് ലിൻസിക്ക് ഒന്ന് പറയാമോ, ഈ ബിസിനസ് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണോ എന്ന് ഈ കേൾക്കുന്ന ഓഡിയൻസിനോട് ഒന്ന് പറയാമോ? ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ലിൻസി എന്നാണ്. ഞാനും ദുബായിൽ നിന്നാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ജിൻസി നിഷ മാഡം പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഇതുപോലെ 2 കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ. പിന്നെ ഒരാൾ പഠിക്കുന്നുണ്ട്.
അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് ചേഞ്ചിങ് തന്നെയായിരുന്നു ഈ ഒരു ബിസിനസ്. ജിൻസി മാഡം പറഞ്ഞ പോലെ നമ്മള് പുറത്തൊരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു നമ്മുടെ ഓഫീസ് ടൈം ഒക്കെ വളരെ ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. കാരണം നമ്മൾ രാവിലെ പോകണം, വൈകിട്ട് നമ്മളൊരു സമയത്ത് വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, നമുക്കിപ്പോൾ വിസിറ്റിംഗ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊരാളെ നിർത്താം, ഒക്കെ ചെയ്യാം. പക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റാലിറ്റി മേഖല, അതായത് ഹോട്ടലുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേഖലകളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിശേഷ ദിവസങ്ങൾ പ്രത്യേകിച്ചും എനിക്ക് മിസ് ചെയ്തിട്ടുള്ള അതൊക്കെയാണ്. നമ്മളുടെ വിശേഷ ദിവസങ്ങളിൽ എനിക്ക് വീട്ടിലുണ്ടാകാൻ പറ്റില്ല. കാരണം അന്നേരമൊക്കെ ഈ അറിയാലോ, ബിസി ആയിരിക്കും, നമ്മുടെ ഓഫീസുകളിലും ഫംഗ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ബിസി ആയിരിക്കും. അന്നേരം കുഞ്ഞുങ്ങൾക്ക് ടൈം, അവരോട് ആ ടൈം, എന്റെ ഫാമിലിയോട് ആ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും നമുക്ക് കുഞ്ഞുങ്ങൾ ഒത്തിരി ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ വളരെയധികം കെയർ കൊടുക്കുന്ന ടൈമാണ്. നമ്മളത് പ്രത്യേകിച്ച് അമ്മമാര് കൂടെ ഉണ്ടാവേണ്ട സമയങ്ങൾ ഒരുപാടുണ്ട് കുഞ്ഞുങ്ങൾക്കല്ലേ. അതൊക്കെ ഒത്തിരി മിസ്സായിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് എനിക്ക് ജോലിയിൽ നിന്ന് മാറി എന്റെ കുഞ്ഞുങ്ങളോട് നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായത്. അങ്ങനെ കുഞ്ഞുങ്ങളോട് നിൽക്കാൻ തുടങ്ങിയപ്പം ഇൻകം വരുന്നത് കുറയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അതും ഒരു പ്രശ്നമാണ്. കാരണം ജിൻസി മാഡം പറഞ്ഞ പോലെ നമുക്ക് രണ്ട് പേർക്കും സാലറി കിട്ടിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് ഇൻകം ഇല്ലാതിരിക്കുകയും ഒരാളുടെ ഇൻകം കൊണ്ട് മാത്രം നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇനി അടുത്ത എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ച് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് നിഷ മാഡത്തിന്റെ ഒരു ആഡ് കണ്ട് ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അറിയാനായിട്ട് നോക്കിയത്. അങ്ങനെ ബിസിനസ് ചേർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് ആണ്. കാരണം ഞാൻ ഇത്രയും പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരാളുടെ മുമ്പിൽ സംസാരിക്കാത്ത ഞാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാൻ ഭയങ്കര മടി, അറിയത്തില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ട്രെയിനിങ്, നമുക്ക് നല്ലൊരു ടീം ഉള്ളതുകൊണ്ട് ടീമിന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ശരിക്കും ഒരു ഡിജിറ്റൽ ബിസിനസ് എന്താണെന്ന് തന്നെ ഞാൻ ഇതിനകത്തൂടെയാണ് ആദ്യമായിട്ട് അറിയുന്നത്. ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, നമുക്ക് ബിസിനസ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തുനിന്ന് വീണ്ടും ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കി നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ടൈം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിജിറ്റൽ ബിസിനസ് ഒരു വളരെയധികം ലൈഫ് ചേഞ്ച് ചെയ്തെന്ന് തന്നെ പറയാൻ പറ്റും. അതാണ് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. താങ്ക് യു ലിൻസി. അപ്പൊ ലിൻസി പറഞ്ഞതുപോലെ ലിൻസി ദുബായിലാണ് ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാതെ മക്കളുള്ളത് കൊണ്ട് ആ വീട്ടിലിരുന്ന് ഈ ബിസിനസ് ചെയ്യുവാണ്. ഇതേപോലെ ഒത്തിരി പേരൻസ് ആഗ്രഹിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വേണം, അതല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവര്, അവർക്കും ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം എവിടെ നിന്ന് ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട്. പലരും ചിന്തിക്കുന്നുണ്ട് ഇതൊരു സ്കാം ആയിരിക്കാം, ഇത് ബിസിനസ് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാരോ ഇതെന്തെങ്കിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ പല തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഡിജിറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ നെഗറ്റീവ് ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്രയും ആൾക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും, അതൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് അതറിയാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആക്കും ഈ ബിസിനസ് എന്താണ് നിങ്ങൾ അറിയാൻ ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതല്ലാതെ എനിക്ക് ഇതിനൊന്നും സമയമില്ല, ഇതിന്റെ പിന്നാലെ നടക്കാൻ നേരമില്ലെന്ന് പറയുന്നവർക്ക് എന്നും ലൈഫിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു ഫാമിലിയിൽ മക്കളെ നോക്കാനോ സമയം കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ഒന്നെങ്കിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, അത് ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ വൈഫ് വർക്ക് ചെയ്യുന്നു, മക്കൾക്ക് ഹസ്ബൻഡും വൈഫും കൂടിയുള്ള ഒരു ഫാമിലി ലൈഫ് മക്കൾക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് യൂറോപ്പ് കൺട്രീസിലൊക്കെ എല്ലാവരും രണ്ടുപേര് വർക്ക് ചെയ്താലേ നമുക്ക് ആ മന്തിലെ എക്സ്പെൻസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് മിച്ചമയ്ക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ മക്കളെല്ലാവരും തന്നെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ, മക്കളെ മൊബൈലിൽ ഇരുത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ അതിനൊന്ന് മാറ്റി ചിന്തിക്കാൻ ഇപ്പൊ ഇനിയത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മാറ്റി ചിന്തിച്ചു തുടങ്ങും. ഇപ്പൊ എല്ലാവരും അന്വേഷിക്കും വീട്ടിലിരുന്ന് എന്ത് ബിസിനസ് ചെയ്യാം, എന്ത് വരുമാനം ഉണ്ടാക്കാം.
എന്ന് ഈ സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ പോയാൽ മതി. ഒരു എക്സ്ട്രാ വരുമാനം ഇല്ലാതെ ഇനിയത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു അവസരമാണ് ഡിജിറ്റൽ ബിസിനസ്. അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ഇൻകം അല്ല ഡിജിറ്റൽ ബിസിനസ്സിന് കിട്ടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്ത് നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം ലൈഫിൽ നമുക്ക് ഉറപ്പായിട്ട് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മുന്നോട്ട് ഇറങ്ങി വരാനും നമുക്ക് എല്ലാത്തിനുള്ള ഒരു കഴിവ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെ ഒരു അവസരം നല്ലൊരു അവസരമാണ്. അപ്പൊ ഇനി ഹേമാംബിക മേഡം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹേമാംബിക ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഹേമാംബികയുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണോ? ഒന്ന് പറയാമോ? കോട്ടയം പാലായിലാണ്. തീർച്ചയായിട്ടും ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് ഇപ്പം ആരോഗ്യവും സമ്പത്തും എന്താ പറയാ സന്തോഷം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത ഒരു ലൈഫ് എന്തൊരു ലൈഫാന്ന് നമ്മൾ വിചാരിക്കും. അതേപോലെ പ്രാധാന്യമാണ് ടൈം ഫ്രീഡം. ഇത് രണ്ടും നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് രണ്ടും തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഇപ്പൊ ഈ ഒരു ഞാൻ ചെയ്യുന്ന ഒരു ഇതിനെക്കുറിച്ച് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വീക്കിലി നമ്മുടെ സാലറി നമുക്ക് തീരുമാനിക്കാം. ചിലപ്പോ നമുക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതിനനുസരിച്ച് നമ്മൾ അതിനുള്ള വർക്ക് എടുക്കാൻ മതി. ഇപ്പൊ ഈ ആഴ്ച കുറച്ചേ വേണ്ടുള്ളൂ, അതിനനുസരിച്ചുള്ള വർക്ക് എടുക്കാൻ മതി. അപ്പൊ നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ റെമ്യൂണറേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എത്രയാണോ നമുക്ക് വേണ്ടത് എത്ര വേണ്ടത് നമുക്ക് ഇതിലൂടെ ആ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിമിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എത്രയാണോ വേണ്ടത് ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള കാശ് നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് അവസരത്തിലൂടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും. ഒരു ജോബ് പിന്നെ ചെയ്താലും ആർക്കും കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഫിക്സഡ് സാലറി അവരുണ്ടാവും, അത് മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതിലൂടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. താങ്ക് യു ഹേമാംബിക. ഹേമാംബിക പറഞ്ഞ പോലെ നമുക്കൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫിക്സഡ് ഇൻകം ആയിരിക്കും കിട്ടുന്നത്. അത് ആ മാസം അവസാനം അത് തീർന്നു പോവുകയും ചെയ്യും. പക്ഷേ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ബിസിനസ് ചെയ്തുണ്ടാക്കാം. അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര ഉണ്ടാക്കണം എന്നുള്ളത്. അത് ഇത് വീക്കിലിയാണ് നമുക്ക് ഇൻകം കിട്ടുകയും ചെയ്യും. അത് നമ്മൾ ആക്റ്റീവായിട്ട് ഇത് എൻ്റെ സ്വന്തം ബിസിനസ്സാണ്, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, എനിക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കണം, എൻ്റെ ഡ്രീമിൽ എനിക്ക് എത്തിച്ചേരണം എന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ സ്ഥാനത്ത് എത്താൻ പറ്റും. അതല്ല ഒരു ഫിക്സഡ് ഇൻകം ആണ് കിട്ടുന്നെങ്കിൽ ആ സാധാരണ ജോലി ചെയ്ത് ആ ഇൻകത്തിലൂടെ പോകാന്നല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച വരാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷെ ഡിജിറ്റൽ ബിസിനസ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ് മെയിൻലി ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ, ഞാനൊരു നേഴ്സായിരുന്നു. ഞാൻ ഒരു നേഴ്സിംഗ് ജോബ് ചെയ്ത് നടക്കുമ്പോൾ ആ ഒരു മന്ത്ലി ഇൻകം കിട്ടുന്നു, ഫാമിലിയിലും സമയമില്ല, കൂടുതലും നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ നേരമില്ല. അങ്ങനെ എല്ലാം കൂടി ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് കൊണ്ടുപോകാന്നല്ലാതെ നമുക്കൊരു ഉയർച്ച അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ലായിരുന്നു. പക്ഷേ ഡിജിറ്റൽ ബിസിനസ് വന്നേ പിന്നെ ഞാൻ 4 ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ ഞാൻ പഠിച്ചു. എനിക്ക് ശരിക്കും ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ഒരു ലൈവിൽ വന്ന് സംസാരിക്കുക, ഒരു ഇന്റർവ്യൂസ് ചെയ്യുക, ഇങ്ങനെ എനിക്ക് ഒരുപാട് ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്. എനിക്ക് പല കൺട്രിയിൽ നിന്നും, അമേരിക്ക, കാനഡ, UK, ഒത്തിരി സ്ഥലത്ത് നിന്ന് എനിക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാവരോടും എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനും ഈ ഇന്റർവ്യൂവിലെല്ലാം അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തത് സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാനായിട്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വരെ നമുക്ക് ഇൻകം എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം ഞാൻ പഠിച്ചത് ഈ ബിസിനസ്സിലൂടെയാണ്. ഇപ്പൊ ഈ ബിസിനസ് നമ്മൾ പലതരത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എന്താണെന്ന് നമ്മൾ അറിയുവാണ്. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാൻ തന്നെ നമുക്ക് ഒരുപാട് ഷൈ ഉള്ള ആൾക്കാരുണ്ട്. ഞാനായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. എല്ലാ കാര്യത്തിനും ഈ സോഷ്യൽ മീഡിയയെ പറ്റിയുള്ള ആ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഓർക്കുന്ന നല്ലൊരു അവസരം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്കും ഒരു നഷ്ടവും വരാൻ പോകില്ല. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഒരു ലൈഫിൽ നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ പറ്റിയ അതൊരു നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ ലൈവിൽ വരുന്നതും നിങ്ങളോട് പറയുന്നതും. ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾ ആരും കാണാതെ പോകരുത്. എത്രയോ പേര് നാട്ടില് കഷ്ടപ്പെടുന്നുണ്ട്, ജോലിക്ക് പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്ക് ചെയ്ത്
തിരിച്ച് വീട്ടിലും സമയം കിട്ടുന്നില്ല. എന്നാലും ഒരു തുച്ഛമായ ഇൻകത്തിനാണ് ഒരുപാട് ആൾക്കാരെല്ലാരും തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരൊന്ന് മനസ്സ് വെച്ചാൽ മതി, ഡിജിറ്റൽ ബിസിനസ് എന്താണെന്ന് ആ വീട്ടിലിരുന്ന് നമ്മുടെ ഒരു ചെറിയ ഫ്രീ ടൈം മാത്രം മതി ബിസിനസ് ചെയ്യാൻ. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസും ഇല്ല, ഇന്ന സമയത്ത് വർക്ക് ചെയ്യണമെന്നോ ഒന്നുമില്ല. നമ്മുടെ മോളിൽ അങ്ങനെ ഒരു ബോസോ ഒന്നുമില്ല. നമ്മുടെ ബിസിനസ്, നമ്മുടെ സ്വന്തം ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളാണ് ഒരു കമ്പനിയുടെ ബോസ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്കിടെ ഇഷ്ടമുള്ള ഫ്രീ ടൈമിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അതിലൂടെ നല്ല ഇൻകം ഉണ്ടാക്കാൻ നമ്മൾ നോക്കുന്നു, നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം നടക്കും. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പരമായ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് കെയർ ചെയ്യാനും പറ്റും, നമുക്ക് റെസ്റ്റ് കിട്ടും. അങ്ങനെ നല്ലൊരു ലൈഫിലൂടെ നമുക്ക് പോകാവുന്നതാണ് ഡിജിറ്റൽ ബിസിനസ്. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾ ആരും കാണാതെ പോകരുത്. അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ രണ്ടുപേര് ദുബായിൽ നിന്നാണ്, ഒരാൾ ഇന്ത്യയിൽ നിന്നാണ്, ഞാൻ UK നിന്നാണ്. നിങ്ങൾക്ക് എവിടെയാണോ ആരെയാണോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക. ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരണമെന്നോ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, ഞാൻ ഡ്രീമിൽ എത്തിച്ചേരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾ കാണാതെ പോകരുത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ സംസാരിക്കാൻ. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.